ഹലോ അപ്പോൾ ദേ ഗൈസ് ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ. അങ്ങനെ ദേ നമ്മളെല്ലാവരും വല്യപ്പയുടെ പണിസ്ഥലത്തെത്തി. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ദേ ഞാനിപ്പോൾ ഒരു പൂവിൻ്റെ ഇത് കാണിച്ചിട്ട് അത് പൂവാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് അതിൻ്റെ പേരറിയില്ല. അങ്ങനെ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അപ്പോണം എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, എന്നെ ഫോക്കസ് ചെയ്യും, ഞാനാണ് ഹൈലൈറ്റ് ആയി നിൽക്കേണ്ടത്, ഞാനാണ് കല്യാണ ചെക്കന്ന്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ശോശ ഒരുമാതിരി എക്സ്പ്രഷൻ ഇട്ടു കേട്ടോ. അവൾക്ക് മുറിക്കാൻ കിട്ടിയില്ല എന്ന്. അങ്ങനെ ശോശ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ചായയും കേക്കൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ഒക്കെ അടിപൊളിയായി എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ അവിടെ ചെറിയൊരു ഡാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ തീരത്ത് പോയിട്ടോ. അപ്പോൾ നല്ല തണുപ്പായിരുന്നു അവിടെ. അതിനുശേഷം ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസിന് സ്പെഷ്യൽ. വീട്ടിൽ ബിരിയാണി ആയിരുന്നു. പിന്നെ നൈറ്റാണ് ക്രിസ്മസിൻ്റെ ഒറിജിനൽ ആഘോഷം തുടങ്ങിയത്. ആ പടക്കമൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. അപ്പോൾ കുറേ പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മതി മതി, സൂപ്പർ. എഡിറ്റ് ചെയ്തോളല്ലേ? എൻ്റെ മമ്മിക്ക് എപ്പോഴും ഉള്ളൊരു പരാതി കേട്ടോ ഗൈസ്. എല്ലാവരും ഈ വീഡിയോയിൽ കാണിക്കും, പരിചയപ്പെടുത്തും. പക്ഷെ ഇന്നവരെ എന്നെ ഒരു വീഡിയോയിലും കാണിച്ചിട്ടില്ല, എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാട്ടോ ഗൈസ് എൻ്റെ മമ്മി. പപ്പ അങ്ങനെ വീഡിയോസിനും ഫോട്ടോസിനും ഒന്നും അങ്ങനെ നിന്നുവരാത്ത ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് പപ്പനെ കൂടുതലും വീഡിയോസിലൊന്നും കാണാത്തത്. അപ്പോൾ കല്യാണത്തിൻ്റെയും മനസ്സമ്മതത്തിൻ്റെയും പിന്നെ ന്യൂ ഇയറിൻ്റെയും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.